Hello and welcome back to new episode of Free Jesus. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷസാം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പാട്ട് പാടിക്കൊടുക്കും. ആ പാട്ട് പാടുമ്പോൾ ആ ഷസാം എന്ന് പറഞ്ഞ ആപ്പ് അത് റെക്കഗ്നൈസ് ചെയ്ത് ആ സോങ് ഏതെന്ന് സെർച്ച് ചെയ്ത് നമുക്ക് തരും. നമുക്ക് അറിയാമായിരിക്കുമല്ലോ അത് ഏതാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം ഞാനൊരു പാട്ടിങ്ങനെ ഷസാമിന് പാടിക്കൊടുക്കുന്നു, അത് റെക്കഗ്നൈസ് ചെയ്യുമല്ലോ നോക്കുന്നു. മിക്കവാറും റെക്കഗ്നൈസ് ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ സെറി അതുപോലെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആരുടെ പാട്ടാണ് കൂടുതൽ ഈ ആപ്പ് റെക്കഗ്നൈസ് ചെയ്യുന്നത് നോക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ ചാലഞ്ച് ഗൈസ്. അപ്പോൾ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. പാട്ടുകൾ വളരെ റാൻഡമായിട്ടായിരിക്കും നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പാട്ട് എനിക്ക് വെച്ചാലും ചില പാട്ടുകൾ ഓർമ്മ വരില്ല. അപ്പോൾ നമ്മൾ മറ്റേ ഷസാം യൂസ് ചെയ്യും. അപ്പോൾ ഷസാം അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് സോങ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മൾ പാടുമ്പോൾ എത്ര പേര് ലൈക്ക് ഞാനാണോ ഇച്ചാനാണോ ഏറ്റവും കൂടുതൽ പാട്ട് കറക്റ്റായിട്ട് പാടി കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ സിംഗിങ് സ്കിൽസ്. അറിയാവുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾക്കും അത് മനസ്സിലാവും. ഓക്കെ, ലിറിക്സ് ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ ഓരോ അറിഞ്ഞൂടാത്ത നീ ഗൂഗിൾ ചെയ്യുന്ന കള്ളി അല്ല, ഗൂഗിൾ ചെയ്യുന്നല്ല. ഞാൻ ഗൂഗിളിൽ ആ സെർച്ച് സോങ് ഓപ്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ലിറിക്സ് പറയാൻ പാടില്ല, മ്യൂസിക് മാത്രമേ പാടാവുള്ളൂ. നമ്മൾ നോർമലി മ്യൂസിക് അറിഞ്ഞിടാത്തോണ്ടാണല്ലോ, ലിറിക്സ് അറിഞ്ഞിടാത്തോണ്ട് തന്നെയാണല്ലോ പാട്ട് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു പാട്ട് സെർച്ച് ചെയ്തേ ഉള്ളൂ. എനിക്കത് ആ പാട്ട് ഏതാണെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് കിട്ടി. സോ ആ പാട്ട് തുടങ്ങിക്കോ. സെറി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സോങ് ബൈ സെറി. റെക്കഗ്നൈസ് ചെയ്തു ഗൈസ്. നിങ്ങൾക്ക് കാണാമോ? കള്ളത്തിനാണ്. അല്ല, നിക്ക് വെയിറ്റ്, ഞാനിപ്പോ ആ പാട്ട് കേൾപ്പിച്ചു തരാം. കണ്ട ഇതാണോ പാടിയത്? എന്ത് തേപ്പടേ. അടുത്ത ഇച്ചായ. അടുത്ത ഏത് പാട്ടാ? അടുത്ത ഏത് പാട്ടാ ഇച്ചായൻ? ഇത് പാട്. അത് കണ്ടുപിടിക്കാൻ നോക്ക ഇച്ചായന്റെ ഇത്. അയ്യോ, ഏത് പാട്ട് പറയാ? പോസ്റ്റ് ചെയ്യാൻ എന്നിട്ട് ആലോചിച്ചിട്ട്. ഓക്കെ ഗൈസ്, എനിക്ക് പാട്ട് കിട്ടി ഗൈസ്. ഇത് നമ്മുടെ റീലിലൊക്കെ ഉള്ള ഒരു പാട്ടാണത്. പക്ഷെ എങ്ങനെ പാടണമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ. കണ്ടുപിടിച്ചു. ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചില്ല. ഒരു ചാൻസ് കൊടുത്തരണം ഗൈസ്. ഒരു ചാൻസും കൂടെ തരാം. വന്നു. വന്നില്ല. ലക്കി ഭാസ്കറിലെ പാട്ടാണ് വന്നത്. കാണിച്ചു നീ. അല്ല, മൂന്നെണ്ണം എന്തോന്ന്? വീരാടി വീരുലു, ബൊലേറോ, ബാക്കടി വീരാതി വീരുലു, നോക്ക്. ബൊലേറോ പിന്നെ ഹിലേ. ഒന്നും വന്നില്ല കൈ. ഇത് ആപ്പിന്റെ നോക്കട്ടെ ഒന്ന്. ഇതാണോ നോക്കാം.
എന്നാണോ ഇതൊന്നുമല്ല. നിക്കേ യെസ് യെസ് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് guys. ഈ പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊന്നുമല്ല. ഇറ്റാൻ ഫെയിലായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ആദ്യത്തത് പരാജയപ്പെട്ടു. നെക്സ്റ്റ് സോങ് ഗൈസ്. അപ്പം നേരത്തെ ഞാൻ പാടിയ പാട്ട് ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്യാൻ പോണ്. അതിൻ്റെ തുടക്കം അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു. വലിയ വ്യത്യാസമൊന്നും കാണില്ല, എന്നാലും ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒന്നും കൂടെ ട്രൈ ചെയ്യുകയാണ് ഗൈസ്. അപ്പം നോക്കാം. നിങ്ങൾ ഓഡിയൻസിന് മനസ്സിലായി കാണും, നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ പാട്ട് ചെയ്തെന്ന്. ഈ പൊട്ട ആപ്പിന് മനസ്സിലായില്ല. മനസ്സിലായോ? കിട്ടിയ ഇതിന്റെ ഇതല്ലേ നിക്ക്. ഇത് തന്നെ ഇതുണ്ട്. കിട്ടി. ഓക്കെ, സെറ്റ് കിട്ടി. കിട്ടി ഗോയ്സ്. പല്ല് വെച്ചിട്ടില്ല ഗൈസ്. അപ്പം അടുത്ത പാട്ട് കിട്ടിയോ നിനക്ക്? അടുത്ത പാട്ടില്ല, ഞാൻ നോക്കട്ടെ. ഓക്കെ, പാട്ട് കിട്ടിയോ? പാട്ട് ഇത് ഒരു അറബിക് പാട്ടാണ്. എനിക്കിതിൻ്റെ ലിറിക്സ് അറിഞ്ഞൂടാ. പറ്റിയ പാട്ടാണ്. അപ്പം ഞാനത് സെർച്ച് ചെയ്യട്ടെ. أنت صفي أنت صفي أنت صفي أنت صفي أنت صفي بلبلي أنت صفي أنت صفي. പാടിക്കോ? എനിക്ക് വരുന്നില്ല. നിർത്തണ്ടെന്ന്. നിർത്താൻ പാടില്ല, നീ അത് പരിമരിച്ച് ചെയ്യണം. أنت صفي أنت صفي أنت صفي أنت صفي أنت صفي بلبلي أنت صفي أنت صفي أنت صفي بلبلي أنت صفي أنت صفي تبمي ما تبمي ما تب വന്നില്ല ഗൈസ്. അത് ഞാൻ പാടാം. വന്നില്ല ഗൈസ്. അത് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. ഞാനത് പാസ് ഓൺ ചെയ്ത് ഞാനത് എഴുതുകയാണ്. അറബികളെ പോലെ പാടണം. أنت صفي أنت صفي أنت صفي بلبلة أنت صفي أنت صفي أنت صفي بلبلة. പൊണ്ണു മോളെ പുതിനയാക്കിയ ചട്നി ഗൗര. ഇതൊന്ന് ഇതല്ല ഇത് ഇച്ചാനെ അത് പുതിന ചട്നിയുടെ പാട്ടാണ് വന്നത്. പുതിന ചട്നി. ഞാൻ ഒന്നും കൂടെ ചട്നി ട്രൈ ചെയ്യാം. എൻ്റെ സഫി എൻ്റെ സഫി എൻ്റെ സഫി എൻ്റെ സഫി എൻ്റെ സഫി ഇബുൽബുലി എൻ്റെ സഫി ഇബുൽബുലി തപ്പമിമസ് തപ്പമിമ തപ്പമിമ തപ്പമ. കിട്ടിയാ? അതാണോ? ഇല്ല, കിട്ടിയില്ല. അതായത്തായിരിക്കും. നോക്കുക. ഇല്ല കിട്ടിയില്ല. കിട്ടി നോക്കട്ടെ. കിട്ടിയില്ല. യെസ്. അപ്പം അത് കിട്ടിയില്ല, പരാജയപ്പെട്ടിരിക്കുന്നു. ഞാനും പരാജയപ്പെട്ടു ഗൈസ്. അപ്പം അത് രണ്ടുപേർക്കും കിട്ടിയില്ല ആ പാട്ട്, ആ കൂതറ പൊട്ടപ്പാട്ട്. എടീ, അത് പാട്ട് പാടുമ്പോഴേ നീ ഓക്കെ, നീ ആദ്യമേ അടിച്ചിട്ടങ്ങ് വെച്ച് തന്നാൽ ഞാൻ സംസാരിച്ചൊക്കെ കിട്ടിയില്ലേ? അല്ല വേണ്ട, ഇനി വയ്യ, തൊണ്ട വയ്യ, നീ അത് ചെയ്യണ്ട, വേറെ പാട്ട് വയ്ക്കാം. എൻ്റെ തൊണ്ട പോയി. അയ്യോ, വേറെ പാട്ട് വയ്ക്കാം. വേറെ പാട്ട് ആലോചിച്ച് മറ്റേ ജസ്റ്റിൻ ബീബറിൻ്റെ മറ്റേ പാട്ട് പാടും. ജസ്റ്റിൻ ബീബറിൻ്റെ അല്ല, മറ്റേ ഞാൻ പാടില്ല. അത് കിട്ടും. എനിക്ക് ആ പാട്ടിന്റെ ലിറിക്സ് അറിയാം. എന്നാ വേണ്ട. ഓക്കെ, അപ്പോൾ വേറെ ചെയ്യാം.
ഉടനെ കുത്തി ഓൺ ചെയ്യണം. ഇങ്ങനെയാണ് എനിക്ക് കിട്ടാത്തത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. അതിന്റെ മൈക്ക് അടിച്ചു പോയി, അതാണ് അതിനൊന്നും കിട്ടാത്തത്. എനിക്ക് ആക്ച്വലി ഈ പാട്ടിന്റെ ലിറിക്സ്, ഈ പാട്ട് ഏതാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പാടി ഈ ഷസമിന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെയുള്ള നമ്മൾ കുറെ നേരം ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. അതെ, ഇത് നിനക്കറിയാം. അതെ, എനിക്ക് ഇതിന്റെ ഈ പാട്ട് ഏതാന്നറിയാം. കറക്റ്റ് പാട്ട് ഞാൻ പാടുമ്പോ വരുമെന്നോ നോക്കാം. I dream of rain, I dream of water in the desert, I dream of ഡെസേർട്ട് റോസ് പാടിയ പിന്നെ ഏത് ലിറിക്സ് പാടാൻ പാടില്ല. ഐ ഡ്രീം ഓഫ് എ ഡെസേർട്ട് നീ നൈസായിട്ട് അത് പറ്റൂല. കളകളി നമ്മൾ ലിറിക്സ് പറയാൻ പാടില്ല. റൂൾ 1 ആൻഡ് ദി ഓൺലി റൂൾ ഇസ് ലിറിക്സ് പറയാൻ പാടില്ല. ലിറിക്സ് പറയുകയാണെങ്കിൽ ഞാനും പാടിയും ഓരോ ലിറിക്സ് പാടാം. അന്ന് നീ ലേ വെച്ചാൽ മതിയായിരുന്നു, എന്നിട്ട് പറയണമായിരുന്നു. എല്ലാം ഇടും, ഇതൊക്കെ ഇടും. ഇവിടെയാണോ നോക്കേണ്ടത്? ജിങ്കിജ ബേ, അത് പാട്ട്, അതാണ് പാട്ട്. ജിങ്കിജ. അപ്പൊ അതുപോലും റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു. ശരി, നമുക്ക് നോക്കാം. ആര് പാടും? ഇച്ചായൻ പാടും. ഇച്ചായനാണല്ലോ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള. ജിങ്കിജ വേണ്ട, നീ പാട്. ജിങ്കിജ അങ്ങനെയൊക്കെ തന്നെ. എന്തോ അലവലാതെ ഇത് റെക്കഗ്നൈസ് ചെയ്യില്ലേ കൊല്ലും ഞാൻ നിന്നെ. ഇത്രയും ആ പാട്ട് പോലും കിട്ടിയിട്ടില്ല. അത് നീ ചെയ്യുന്ന ഇയാൾ അവിടെ കാണിക്കണ്ട. ഞാൻ പറയാം. ജിങ്കിജ ജിങ്കിജ എന്നാണ് ആ പാട്ടിന്റെ പേര്. അപ്പൊ നീ ജിങ്കിജ എന്ന് പറയുമ്പോ അത് റെക്കഗ്നൈസ് ചെയ്യും. ഇച്ചായൻ എന്നിട്ട് പാടിയിട്ട് സംസാരിച്ചു നമ്മൾ രണ്ടാനിടയിൽ. അയ്യോ, പിന്നെ ഓക്കെ. അപ്പം നമ്മളെ അത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഈ പൊട്ട ആപ്പാണ്. ആപ്പ് പൊട്ടയൊന്നുമല്ല ഗൈസ്. ഞാൻ ഇങ്ങനെ ഭയങ്കര ഹാർഡായി പിച്ച വെച്ച നാൾ മുതൽ എന്റെ സ്വന്തം പിന്നെ ലിറിക്സ് പറഞ്ഞ മാസ്റ്റർ പീസ് സോങ് പാടി അത് റെക്കഗ്നൈസ് ചെയ്തു. ഓക്കെ, നമുക്ക് നീ ഇത് തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇതൊരു ചെറിയ കളിയായിരുന്നു, ചെറിയ ചാലഞ്ചായിരുന്നു. പൊട്ടിപ്പാളിശായി, എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ അത് പോയി. അപ്പം നമുക്ക് ഇവിടെ വെച്ച് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ. താങ്ക് യു ഗൈസ്. അപ്പം നമ്മൾ ഇനിയും ഇതുപോലത്തെ ഗെയിംസ് ആയിട്ട് വരുന്നതാണ്. ബൈ.